ഹായ്, എസ് വി അരുളനാണ്. സ്മൃതി പരുത്തിക്കാടിനെ പിന്തുണച്ച് കഴിഞ്ഞ ദിവസം CPM ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി സഖാവ് നടത്തിയൊരു പ്രതികരണം കാണാനിടയായി. അദ്ദേഹം ഈ ഒറ്റതിരിഞ്ഞ് സൈബർ ആക്രമണം നടത്തുന്നതിനെ സംബന്ധിച്ച് സ്മൃതി പരുത്തിക്കാടിന് പിന്തുണ കൊടുത്തുകൊണ്ട് പറഞ്ഞ പ്രതികരണങ്ങൾ കേട്ടു. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് മുന്നോടിയായിട്ടൊരു ദൃശ്യം ബേബി സഖാവിന് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആദ്യത്തെ ചോദ്യം തന്നെ എന്തായിരുന്നു? പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെ കുറിച്ചാണ്. പക്ഷെ അത് അനുശ്രീ അത് തന്നെ ആവർത്തിക്കേണ്ടത് പ്രസംഗ രൂപത്തിലുള്ള പരിപാടിയല്ല. മറുപടിയില്ല. അനുശ്രീ അത് പറ്റില്ല. നിങ്ങളുടെ ചോദ്യത്തിന് എന്തെങ്കിലും ഒന്ന് മറുപടി പറയോ? ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി പറയോ? ഞാനൊന്ന് നോക്കിയേ, ഞാൻ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നതിന്റെ ഇടയിൽ തടസ്സപ്പെടുത്തിയോ? നിങ്ങൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു, SFIയെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ഞാൻ ഇടയിൽ കയറിയില്ല. കുഴപ്പമൊന്നുമില്ല സ്വാഭാവികമായിട്ട് അപ്പൊ സംസാരിക്കുന്ന രീതിയിലാണ് ഞാൻ. അനുശ്രീ, ഈ ചർച്ചയിൽ ഇടയിൽ കയറിയൊക്കെ സംസാരിക്കാം. ചർച്ചയിൽ അങ്ങനെ സംസാരിക്കാം. ഇല്ല, ഇത് സമ്മേളനത്തിലെ പ്രസംഗമല്ല. ബഹുമാനിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. മനസ്സിലായില്ല, ഏത് സംഭവത്തിലാണ് അങ്ങനെ പറയുന്നത്? ആർക്കെതിരെ? നിങ്ങൾ എന്തിനാ ആക്കി സംസാരിക്കുന്നത്? ആരെയാണ് ആക്കി സംസാരിച്ചത്? ശ്വേത ഇപ്പൊ എന്നോടിപ്പോ സംസാരിച്ചു. ചോദ്യം ശ്വേതയ്ക്ക് മനസ്സിലാവാത്തതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ നിങ്ങളെ പ്രശ്നം എന്താ? നിങ്ങൾ എന്തിനാ അസ്വസ്ഥത? എന്താ അസ്വസ്ഥത? ഞാൻ പറയുമ്പോ മാത്രം നിങ്ങൾക്ക് അസ്വസ്ഥത. നിങ്ങളോട് ആര് തോന്നിയാസം പറഞ്ഞത്? തോന്നിയാസം ഞാനാ പറഞ്ഞത്, നിങ്ങളാ തോന്നിയാസം പറഞ്ഞത്. രാജു പിന്നാരോട് ഞാൻ ചോദിച്ചത് ആരോട് ചോദ്യം ചോദിക്കരുത്? ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയട്ടെ എന്ന് പറഞ്ഞു. ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനുള്ള അവസരം തരണം. ചർച്ച നിയന്ത്രിക്കുന്ന ആളാ നിങ്ങൾ. ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു സ്മൃതി. തോന്നിവാസം പറയരുത്. നിങ്ങൾ ഏത് ചർച്ചയില്ല? മര്യാദക്ക് ചർച്ചയില്ല. നിങ്ങൾ ആരെയാ മര്യാദക്ക് അല്ല, രാജു പിന്നാർ പറയുമ്പോ സംഗീതം പോലെ ആസ്വദിക്കുക. നിങ്ങൾ എല്ലാ കാലത്തും ഇതന്നെ പറയാ. ഇവിടെ ബിജെപിക്ക് പച്ചക്ക് വോട്ട് കൊടുത്തു. ബിജെപിയുമായി കൈപ്പത്തി ചേർന്നു മറ്റത്തൂരിൽ. ആ ചർച്ചയിലും നിങ്ങളോടൊപ്പം ഇരുന്നവനാ ഞാൻ. അന്ന് ഞാൻ കണ്ടതാ നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ ആവേശക്കേടും. അതുകൊണ്ട് അധികം ഇങ്ങോട്ട് പറയല്ലേ. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഏത് ചർച്ചയിലും നിങ്ങൾ ഇതുപോലെ തന്നെയാണ് നിലപാടെടുക്കുക. നിങ്ങൾ ഈ ചർച്ചയിൽ രാജു പിന്നെ 2 മിനിറ്റ് താ. എനിക്കോ 2 മിനിറ്റ് താ. ധൈര്യം ഉണ്ടെങ്കിൽ 2 മിനിറ്റ് താ. ധൈര്യക്കുറവ് 2 മിനിറ്റ് താ. നിങ്ങൾ മിണ്ടാതിരിക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ 2 മിനിറ്റ് താ. എന്നിട്ട് ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയണം. ജീവിക്കണമെന്നേ അത് പറയാൻ ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് ഞാനൊന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് തോന്നിയാസ വാർത്ത എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ആ വാർത്ത ആര് ഇൻഡ്യൂസ് ചെയ്യുന്നു? ഞാൻ ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. ഈ ചർച്ചയെ തന്നെ വഴിതിരിച്ചു വിടുന്നത് നോക്കൂ. യഥാർത്ഥത്തിൽ CPMന്റെ സമ്മേളനങ്ങൾ കേരളം ഇതും കാണുകയല്ലേ? ഞങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞു വന്നത് പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെ കുറിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി എന്താ? പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെ കുറിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നേതാവ് എത്തിയതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് ഞാൻ അന്വേഷിച്ചത്. അറിയാത്ത കാര്യത്തെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. അത് ഞാൻ അന്വേഷിച്ചത്. അറിയാത്ത കാര്യത്തെ കുറിച്ച് പറയാൻ ഞാൻ. കണ്ടല്ലോ, ഇത് ബേബി സഖാവ് കണ്ടു കാണും. അനുശ്രീ എന്നൊരു പെൺകുട്ടി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇതേ സ്ഥാനത്ത് ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു, വീണ ജോർജ് ഉണ്ടായിരുന്നു, വീണ വിജയൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാം സ്ത്രീകളായിരുന്നു. ഈ സ്ത്രീകളെയെല്ലാം ഈ ഒരു സ്ത്രീ എത്ര അരോചകമായിട്ടും സ്ത്രീ എന്ന പരിഗണന നൽകാതെയും മാധ്യമപ്രവർത്തക എന്ന ലേബലിലിരുന്നു കൊണ്ട് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയം, കാര്യം ഇവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ബേബി സഖാവിനും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാര്യം അച്ഛൻ്റെ സ്വാധീനത്തിൽ പിൻവാതിൽ നിയമനത്തിലൂടെ മാധ്യമപ്രവർത്തകയായ ഒരു വ്യക്തിയാണ്. അതിന് ഇടതുപക്ഷ പ്ലാറ്റ്ഫോമുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നീട് അവരുടെ അച്ഛനെ ഏതോ ഒരു ക്രമക്കേട്, അതായത് സോഷ്യൽ മീഡിയയിൽ വായിച്ചതാണ്, എനിക്കറിയില്ല, ദേശാഭിമാനിയിൽ നിന്ന് പുറത്താക്കിയെന്നൊരു കാര്യം കണ്ടു. അതിനെക്കുറിച്ച് സിദ്ധാർത്ഥൻ, എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാൻ ആധികാരികമായി പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ പിൻവാതിൽ നിയമനം കിട്ടിപ്പോയ ഒരാൾ, ആ ആൾ
ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഏറ്റവും അരഗന്റായിട്ട് പെരുമാറുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് VD സതീശന് വേണ്ടിയും VD സതീശൻ പറയുന്ന കാര്യങ്ങൾ മൗദൂദി ചാനലിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ദാവൂദിന്റെയും അജിംസിന്റെയും വാക്കുകൾ അവർക്ക് ഏതൊരു വിഷയത്തിലും ചർച്ചയ്ക്ക് കയറുന്നതിന് മുന്നോടിയായിട്ട് ഇവരെ വിളിച്ച് അഭിപ്രായം ചോദിച്ചതിന് ശേഷം അവരുടെ വായ്ത്താരികൾ അതേപടി ചാനലുകളിൽ ഇരുന്ന് തട്ടിവിടുമ്പോൾ ഇവർ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട്ടിൽ TV കാണുകയോ ഫോൺ കാണുകയോ ചെയ്യുന്നവർക്ക് മുന്നിലേക്ക് ഈ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യുകയാണ്? നശീകരണം നടത്തുകയാണല്ലോ. ആ നശീകരണം നടത്തുന്ന സ്ത്രീയോട് ഒരു കാലത്തും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. കലഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ തയ്യാറായിട്ടില്ല. ബേബി സഖ ഒരു വിഷയത്തിൽ നിലപാട് പറയുന്നതൊക്കെ നല്ലത് തന്നെയാണ്. മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് ഈ സഖാക്കന്മാരായിട്ടുള്ള ബാക്കി സൈബർ സഖാക്കന്മാരെയൊക്കെ അധിക്ഷേപിക്കാൻ കണ്ടോ, CPM സംസ്ഥാന സെക്രട്ടറി പോലും സ്മൃതി പരുത്തിക്കാടിനോടൊപ്പമാണ്. ബാക്കിയുള്ളവരെല്ലാം സൈബർ ഗുണ്ടകളാണ്, അക്രമികളാണ് എന്നൊക്കെ പറയിക്കാൻ ഒരു അവസരമായിട്ടാണ് ആ വാചകങ്ങളെ ഉപയോഗിക്കപ്പെടുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴൊക്കെയാണ് ഇവരാൽ പ്രസ്ഥാനം ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിൽ ബേബി സഖാവ് കയറി ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? മാധ്യമ സ്വാതന്ത്ര്യം എന്ന രീതിയിൽ സകല പരിധിയും വിട്ട് പലതവണ ഇവർ പ്രസ്ഥാനത്തിന് നേരെ കടന്നാക്രമണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്, ഇടതുപക്ഷ നിലപാടുകളോട് വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് കരുതിക്കൊണ്ട് ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല. എനിക്ക് പുറത്തുനിന്ന് സ്വതന്ത്രമായിട്ട് ഒരു കാഴ്ചകൾ കണ്ടിട്ട് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് എടുക്കുന്ന നിലപാടിൻ്റെ പേരിലോ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിന്നിരുന്ന ഒരു മുൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇതിനകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ ശരിയല്ല എന്ന് തോന്നിക്കൊണ്ടാണ് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്വതന്ത്ര പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്നത്. ആ വിഷയത്തിൽ എന്തിനാണ് ഞാനൊക്കെ ഈ നാട്ടിലുള്ള പലരുടെയും സ്മൃതി പരുത്തിക്കാട് വിഷയത്തിനെക്കുറിച്ച് പറയുമ്പോഴോ രാഹുൽ മാങ്കൂട്ടം വിഷയം പറയുമ്പോഴോ ഈ തെറി കേൾക്കേണ്ട കാര്യം? ആ തെറിയൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കോൺഗ്രസ്സുകാർ വിളിക്കുന്നത്, കോൺഗ്രസ്സുകാർ ആര്യ രാജേന്ദ്രനെയും അല്ലെങ്കിൽ വീണ വിജയനെയും ഒപ്പം തന്നെ വീണ ജോർജിനെയൊക്കെ വിളിച്ച തെറികളോളം ഒരിക്കലും വരില്ല. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിലപാടുകൾ പറയുമ്പോൾ ചില കാര്യങ്ങളുണ്ട്, ചിലരെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വ്രണപ്പെടുത്തുന്ന വലിയൊരു വിഭാഗം സഖാക്കളെ ഉണ്ടാവും. കാര്യം ആ സഖാക്കളാണ് ഒരു കാര്യം ഒന്നും നോക്കാതെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നിട്ട് ബേബി സഖാവൊക്കെ കരുതുന്നുണ്ട് ഒരു വ്യക്തി പറയുന്ന ആശയങ്ങളല്ല സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എത്തുന്നത്. ഒരു പ്രസ്ഥാനത്തിനോടുള്ള താല്പര്യം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് കൊണ്ടും അതിന് ശബ്ദമായി മാറുമ്പോഴാണ് ആ പ്രസ്ഥാനത്തിന് കൂടുതൽ ജീവസുറ്റതായിട്ട് ഇടപെടാൻ കഴിയുക, അല്ലെങ്കിൽ ജീവസുറ്റതായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്മൃതി പരുത്തിക്കാടുമാരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവരെയെല്ലാം തള്ളി പറയുമ്പോൾ നാളുകളിൽ സ്മൃതി പരുത്തിക്കാട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയിലാണോ നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിലിരിക്കുന്ന പൂർണ്ണ മാധ്യമ പ്രവർത്തകരും CPM എന്ന പ്രസ്ഥാനത്തെ സഹായിക്കും, അവരിലൂടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്? എന്തിന് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തി? അതുകൂടി ബേബി സഖാവ് ചിന്തിക്കണമായിരുന്നു. അവർ അധിക്ഷേപിച്ചത് ഉരുൾ ഇരയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവരും സ്ത്രീയാണ്, അവർ നടത്തിയത് നാടകമാണ്, അവരുടെ കണ്ണീർ നാടകമാണ്. ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാതെ സഖാക്കന്മാരെ മാത്രം മുഴുവൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്മൃതി പരുത്തിക്കാടിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നത് അത് ഒരു ശരിയായ നിലപാടല്ല. ആ നിലപാട് അല്ലെങ്കിൽ പറഞ്ഞ പ്രതികരണം ഒരുപാട് പേരിൽ വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെയാണ് പിന്തുണയ്ക്കേണ്ടത്. എങ്ങനത്തെ മാധ്യമപ്രവർത്തകരെ? ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി എന്ത് തരം വായ്ത്താരിയിട്ടവരുമാണ് എപ്പോഴെങ്കിലുമൊക്കെ അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള രൂക്ഷ വിമർശനം ഉയരുമ്പോൾ അവരെയാണ് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈവിടുന്നത് ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരാണ്. ഇന്നലകളിൽ ഇവരാൽ മുറിവേറ്റപ്പെട്ട ഒരുപാട് സഖാക്കൾ സൈബറിടങ്ങളിലുണ്ട്. അവരുടെ വാചകങ്ങൾ അത്രമാത്രം അസഹിഷ്ണുത ഉണ്ടാക്കുന്നതാണ്, അത്രമാത്രം അൺസഹിക്കബിളാണ്. അപ്പോൾ വിമർശിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ബേബി സഖാവിനോടും ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നേതാക്കന്മാരോടും പറയാനുള്ളത്, ഇതൊന്നും ആരെങ്കിലും ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ് അതിലെ നേതാക്കന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നത്. അത് മോശമായി ചിത്രീകരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരണം ഉണ്ടാകുന്നത് ഒരു മോശം കാര്യമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ആരാണോ ചെയ്തത് അവരെ പിന്തുണച്ചുകൊണ്ട് അവർക്കെതിരെ ശക്തമായി നിലകൊണ്ടവരെ
ഇകഴ്ത്താൻ ശ്രമിച്ചാൽ അത് പ്രസ്ഥാനത്തിനുണ്ടാക്കുന്ന ഡാമേജിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഓരോ നേതൃനിരയിൽ നിൽക്കുന്ന സഖാക്കന്മാരുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. കാര്യം ഇവരെല്ലാം കൂടിയാണ് ഈ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ, ഞാനെന്ന വ്യക്തി ഒറ്റയ്ക്കല്ല, ഒരുപാട് സൈബർ പേ ചെയ്യുന്നവരുണ്ട്, അവർക്കെല്ലാം വിഷയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ സഖാക്കന്മാർ ആയിട്ടുള്ള നേതാക്കന്മാർ ചെയ്യേണ്ട ഒരു കാര്യം, അവരെ കൂടി പരിഗണിക്കുക, അവർ ചെയ്ത കാര്യം എന്തിനു വേണ്ടി എന്ന് കൂടി മനസ്സിലാക്കി പ്രതികരിക്കുന്നത് എല്ലാവരിലും ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ അസംതൃപ്തി ഉണ്ടാകാതിരിക്കാൻ അവസരമുണ്ടാക്കും. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ചില കാപട്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് തള്ളിപ്പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു തിരിച്ചടി അല്ലെങ്കിൽ അത് ഏൽപ്പിക്കുന്ന മുറിവ് പലരെയും നിശബ്ദമാക്കിയാൽ അതിൻ്റെ നഷ്ടം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യം നേതൃനിരയിൽ നിൽക്കുന്ന നേതാക്കളായിട്ടുള്ള സഖാക്കന്മാർ മനസ്സിലാക്കണമെന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്.